ഇന്നത്തെ തിരുവരങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊന്ന് സ്തുതിയല്ലേ തുടങ്ങാം അല്ലേ? നമ്മൾ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് എത്ര പ്രാവശ്യം പറയാൻ പറ്റും, അത്രയും നല്ലതാ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. രാജാക്കന്മാരുടെ പുസ്തകം, അത് 2-ാമത്തെ പുസ്തകത്തില് 13-ാമത്തെ അധ്യായത്തില് എലീഷ പ്രവാചകന്റെ മരണത്തെക്കുറിച്ചും എലീഷ പ്രവാചകന്റെ മരണത്തിന് ശേഷം ഒരു വലിയ അത്ഭുതം നടന്നിട്ടുണ്ട്. മരിച്ച ഒരാൾ എണീറ്റ് വന്നിട്ടുണ്ട്. ഒരു ജഡം നിവർന്ന് നിന്നു. ആ സംഭവം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നമുക്കിന്ന് അത് പഠിക്കാം. എന്താണ് എലീഷ പ്രവാചകന്റെ മരണത്തിന് ശേഷം മരിച്ച ഒരാൾ ഉയർത്തു വന്നിട്ടുണ്ട്? എലീഷ പ്രവാചകൻ മരിക്കാൻ നേരത്ത് എന്താണ് ഇസ്രായേൽ ജനത്തോട് സന്ദേശമായിട്ട് കൊടുത്തത്? ഇതൊക്കെ ബൈബിളിൽ വായിക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വായിക്കണം എന്നുള്ളൊരാഗ്രഹവും തോന്നും. നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഇന്നത്തെ തിരുവരങ്ങ് തുടങ്ങാം. സ്നേഹനാഥനായ ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നല്ല ഈശോയെ, വചനം വായിക്കുവാനും പഠിക്കുവാനും അങ്ങ് കൂടുതൽ കൂടുതൽ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുക്കുമാരൻ്റെ വചനങ്ങൾ കൂടുതൽ കൂടുതൽ പഠിക്കുവാനും കൂടുതൽ കൂടുതൽ കൃപയുള്ള മക്കളായി മാറുവാനും ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളായി ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുവാനും അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് ഉറക്കെ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലാം. എല്ലാവരും ചേർന്ന് ചെല്ലുക. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദരിദ്ര ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എലീഷ പ്രവാചകന് രോഗം കൂടി വന്നു. അപ്പം അന്ന് ഈ രാജാക്കന്മാർ, അന്ന് യഹോവാഷ് എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു അന്നത്തെ രാജാവ്. ഈ യഹോവാഷ് എന്ന് പറയുന്ന രാജാവ് രാജ്യം ഭരിച്ചിരുന്ന, ഇസ്രായേൽ ജനത്തെ ഭരിച്ചിരുന്ന കാലത്ത് എലീഷ പ്രവാചകൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും പ്രവാചകന്റെ സ്വരം ദൈവസ്വരമാണെന്ന് തിരിച്ചറിയുകയും അതനുസരിച്ച് രാജ്യഭരണം നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ പ്രവാചകന് ദണ്ണം കൂടി, ദീനം കൂടി, അസുഖം കൂടി. ഈ സമയത്ത് പ്രവാചകന്റെ ഒരു ദാസൻ ഓടി രാജകൊട്ടാരത്തിൽ വന്ന് രാജാവിനെ ഇവരറിയിക്കുക, മഹാരാജാവേ, പ്രവാചകന് രോഗം കൂടിയിരിക്കുകയാണ്, ദീനം കൂടിയിരിക്കുകയാണ്. വേറെ ഒന്നും പറഞ്ഞില്ല. രാജാവ് ഉടൻ തന്നെ ഭടനെ വിളിച്ച് പറയുകയാണ്, എനിക്ക് പ്രവാചകന്റെ സന്നിധി പോകണം, പ്രവാചകനെ കാണണം. അങ്ങനെ ആ കേട്ട നിമിഷം തന്നെ രാജകൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി പ്രവാചകന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്നപ്പം പ്രവാചകൻ ഏതാണ്ട് മരണത്തോട് അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ പ്രവാചകൻ വിഷമിക്കുക, വെള്ളം കുടിക്കുന്നു, ക്ഷീണിക്കുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാതെ രാജാവ് നിൽക്കുക. അപ്പോൾ രാജാവിനോട് പ്രവാചകൻ പറയുക, അല്ലയോ യഹോവാഷ്, നീ നിന്റെ അമ്പ് കുലയ്ക്കുക, വില്ല് കുലയ്ക്കുക, വില്ലെടുക്കുക, അമ്പും വില്ലും റെഡിയാക്കുക. പ്രവാചകൻ വേഗം അമ്പും വില്ലും എടുത്തു, വില്ല് കുലച്ചു. എന്നിട്ട് പറയാ, കിഴക്ക് വശത്തെ കിളിവാതിൽ തുറക്കുക. വേഗം കിഴക്ക് വശത്തെ കിളിവാതിൽ തുറന്നിട്ടു. എന്നിട്ട് പറയാ, അമ്പെയ്യുക. എന്തിനാണെന്നൊന്നും ചോദിച്ചില്ല. അതാണ് രാജാവിൻ്റെ ഒരു കാര്യം. പ്രവാചകനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ആ കിളിവാതിലൂടെ അമ്പെയ്തു. അമ്പ് പോകുന്നത് രാജാവല്ലേ, രാജാക്കന്മാർക്ക് അന്നത്തെ യുദ്ധം ചെയ്യുന്നതെല്ലാം അമ്പും വില്ലും ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ അമ്പ് പോകുന്നത് കണ്ട് നോക്കി നിന്നിട്ട് പ്രവാചകൻ പറയുക, കണ്ടില്ലേ ഇസ്രായേലിൻ്റെ വിജയാസ്ത്രം, കർത്താവിൻ്റെ വിജയാസ്ത്രം, നീ ശത്രുക്കളെ കീഴടക്കും. രാജാവിനൊന്നും മനസ്സിലായില്ല. പ്രവാചകന്റെ പ്രവചനം കേട്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, നീ അമ്പെടുക്കുക. ഉടനെ അമ്പെടുത്തു. നിലത്തടിക്കുക. അവൻ 3 പ്രാവശ്യം നിലത്തടിച്ചു. എന്നിട്ട് നിർത്തിക്കളഞ്ഞു. എത്ര പ്രാവശ്യം അടിക്കാനൊന്നും പറഞ്ഞില്ല, അടിക്കാനേ പറഞ്ഞുള്ളൂ. എത്രയാണെന്ന് അറിയത്തില്ല. രാജാവ് യഹോവാഷ് 3 പ്രാവശ്യം അടിച്ചു. അപ്പോൾ പറഞ്ഞു, പ്രവാചകൻ
കോപത്തോടെ പറഞ്ഞു, നീ എന്തിയാ നിർത്തിക്കളഞ്ഞത്? 5ഓ 6ഓ പ്രാവശ്യം അടിക്കേണ്ടതല്ലായിരുന്നോ? എന്നും മനസ്സിലായില്ല. ഇനി നിനക്ക് 3 പ്രാവശ്യം മാത്രമേ സിറിയാക്കാരെ പരാജയപ്പെടുത്താൻ പറ്റുള്ളൂ. തൊട്ടടുത്ത് സിറിയ രാജ്യമാണ്. ഇനി നിനക്ക് 3 പ്രാവശ്യം മാത്രമേ ഉള്ളൂ. 9ഓ 10ഓ പ്രാവശ്യം അടിക്കുമായിരുന്നു, അത്രയും പ്രാവശ്യം നിനക്ക് കീഴ്പ്പെടുത്തായിരുന്നു. രാജാവിന് അല്പ സങ്കടമൊക്കെ ഉണ്ട്. എന്നാലും സാരമില്ല, ദൈവത്തിൻ്റെ ധർമ്മം, പ്രവാചക ധർമ്മം വന്നു, അത് കേട്ടു. അപ്പോഴത്തേനും ദീനം കൂടി. പ്രവാചകൻ മരിക്കുകയും ചെയ്തു. പ്രവാചകൻ്റെ മരണം യഹോവാഷ് രാജാവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയേറെ പ്രവാചകനും രാജാവും തമ്മിലുള്ള ഒരു സ്നേഹബന്ധമുണ്ടായിരുന്നു. നാം ഒക്കെ വലിയ ആളുകളായി, വലിയ ജോലി കിട്ടി, നമുക്കൊക്കെ ഇഷ്ടം പോലെ പണത്തിന് പണവും അധികാരവും ഒക്കെ കിട്ടിക്കഴിയുമ്പോഴും ഒക്കെ നാം ബലിപീഠത്തോടും മദ്ബഹായോടും പുരോഹിതരോടും വചനത്തോടും ഒക്കെ എന്തുമാത്രം അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് നല്ല കാലം വന്നാൽ പിന്നെ ദൈവത്തെ പോലും മറക്കുന്ന ഒരു കാലമാണ് നമുക്ക് ചുറ്റും കാണാൻ പറ്റുന്നത്. ശരിയല്ലേ? ഇനിയിപ്പോൾ എന്തിനാ ദൈവം? ഇപ്പം പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ ഈ പ്രവാചകനും രാജാവും തമ്മിലുള്ള ബന്ധവും അടുപ്പവും പരസ്പരമുള്ള ആശ്രയമൊക്കെ കാണുമ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അതിനുശേഷം പ്രവാചകനെ അടക്കി. കുറച്ച് നാൾ കഴിയുമ്പോൾ മൊബാബിയർ എന്ന് പറഞ്ഞൊരു കൂട്ടർ വന്ന് ഇസ്രായേൽ ജനത്തെ ആക്രമിച്ചു. നല്ല രസമാണ് വായിക്കാനായിട്ട്. ഈ 13-ാമത്തെ അധ്യായം വായിച്ചു കഴിയുമ്പോൾ നമുക്കിതെല്ലാം കാണാൻ സാധിക്കും. മൊവാബ്യർ ഇസ്രായേൽ ജനത്തെ കുറേ ആളുകളെയൊക്കെ കൊന്നൊടുക്കി. അപ്പോൾ ഇത് കണ്ട് ഇരുന്ന ആളുകൾ ഓടി 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 പോവുക. അപ്പോൾ ഓടിപ്പോയി അവർ സെമിത്തേരിയുടെ ഈ കല്ലറയുടെ ഇടയ്ക്ക് വന്ന് പാത്തിരിക്കുക. അങ്ങനെ 2 പേര് വന്ന് ഈ തെരുവിൽ നിന്നും ഈ കല്ലറയുടെ ഇടയ്ക്കിലേക്ക് സെമിത്തേരിയിലേക്ക് ആരും വരികയെന്ന് പറഞ്ഞാൽ അവിടെ പമ്മിയിരിക്കുക. അങ്ങനെ ഇവർ നോക്കുമ്പം വേറെ 2 പേര് കയ്യിൽ എന്തോ സാധനമൊക്കെ ആയിട്ട്, ഒരു പൊതുക്കെട്ടുമൊക്കെ ആയിട്ട് പതുക്കെ പതുക്കെ പമ്മി 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 വരുന്നുണ്ട്. ഇവർ 2 പേരും പരസ്പരം പറഞ്ഞു, എടാ 2 പേര് ഇസ്രായേൽക്കാരാണല്ലോ വരുന്നത്, അവരുടെ കയ്യിൽ എന്തോ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ, ഇസ്രായേൽക്കാർ 2 പേര് പമ്മി പമ്മി വരുന്നുണ്ടല്ലോ. ഇവർ ഓടി വന്ന് ഈ സെമിത്തേരിയിലേക്ക് വന്ന് കല്ലറയുടെ അടുക്കിലേക്ക് വന്ന് പമ്മി ഇരിക്കാനായിട്ട് ഓടി വരുക. അപ്പോൾ അവർ ചോദിച്ചു, ഇത് എന്നതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇസ്രായേൽക്കാർ അവർ പരസ്പരം ഒരു 4 പേരായി. അവർ ചോദിച്ചു, അപ്പോൾ പറഞ്ഞു, നിങ്ങളെ തെരുവിലെ മൊബാബിയർ കൊന്ന ഒരാളുടെ ബോഡി ചെയ്ത് ഈ ആള് തെരുവിൽ മരിച്ചതാ, ഞങ്ങൾ അവനെ സംസ്കരിക്കാനായിട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് മൊബാബിയർ ഓടി വന്നു, ഞങ്ങൾ അതുകൊണ്ട് ആ ബോഡിയായിട്ട് ഓടി ഇങ്ങോട്ട് പോകുന്നതാ, അവർ പുറകെ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, നമുക്കിത് കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഇവനെ സംസ്കരിക്കാം എന്നും പറഞ്ഞ് ഇവർ 4 പേരൂടെ ഇങ്ങനെ നോക്കുമ്പോൾ അവർ പറഞ്ഞു, മൊബാബിയർ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവരിങ്ങോട്ടാണല്ലോ വരുന്നത്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഈ ബോഡി അങ്ങോട്ട് വലിച്ചെറിയാം, എന്നിട്ട് നമുക്ക് 4 പേർക്കൂടെ ഓടി രക്ഷപ്പെടാം. അങ്ങനെ ഇവർ 4 പേരുടെ ഈ ബോഡി വലിച്ച് അങ്ങോട്ട് എറിഞ്ഞു. കാരണം ഇനി അടക്കാനൊന്നും പറ്റുകയില്ല, ഇവർ സമ്മതിക്കുകയില്ല ശത്രുക്കൾ. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ നമുക്ക് ഓടിപ്പോകുമോ അല്ലെങ്കിൽ നമ്മളെ പിടിക്കുമോ, എന്തെങ്കിലും സംഭവിക്കുമല്ലോ. അങ്ങനെ ഇവരിത് വലിച്ചെറിഞ്ഞു. എന്നിട്ട് വീണ്ടും പമ്മി ഇരിക്കുക, ഓടിയാൽ കാണും. ഇവരിങ്ങനെ പമ്മി ഇരിക്കുന്ന കഴിഞ്ഞപ്പം മൊവാബിയർ ഇവരെ കണ്ടില്ല, അവർ വേറെ വഴിക്ക് പോയി. ഇവരിങ്ങനെ എന്നാലും പേടിച്ചിരിക്കുക. ഈ സമയത്ത് ഈ ബോഡി വലിച്ചെറിഞ്ഞത് എങ്ങോട്ടാ വീണേന്നറിയാവോ? ഏലീഷ പ്രവാചകനെ അടക്കിയ ആ കല്ലറയിലേക്കാണ് ഈ ബോഡി വലിച്ചെറിഞ്ഞപ്പം ചെന്ന് വീണത്. അവർക്കറിയത്തില്ലായിരുന്നു. ഏലീഷ പ്രവാചകന്റെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ഈ ജഡം ജീവൻ പ്രാപിച്ചു. മരിച്ച ആള് ഉയർത്തെഴുന്നേറ്റു, മരിച്ച ആൾ എണീറ്റ് നിന്നു. അപ്പോൾ ഇവൻ ഈ മരിച്ച ഇസ്രായേൽക്കാരൻ എണീറ്റ് ഈ 4 പേരുടെ അടുക്കലേക്ക് വന്നപ്പോൾ അവർ ചോദിച്ചു, നീ മരിച്ചതല്ലായിരുന്നോ? അപ്പോൾ വേറൊരാൾ ചോദിച്ചു, നിന്നെയല്ലേ ഞങ്ങൾ വലിച്ചെറിഞ്ഞത്, ഇത് മരിച്ചില്ലായിരുന്നോ? ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം അല്ലേ? വഴിയിൽ മരിച്ചതുപോലെ കിടന്നു. 2 തരത്തിൽ സംഭവിക്കാം. ശത്രുക്കളെ കൊല്ലാതിരിക്കാൻ മരിച്ചതുപോലെ വേണേൽ കിടക്കാം. ഇനി എണീക്കാനോ ഒന്നും ഊരില്ലാത്തത് കൊണ്ട് ഇവരുടെ മുറിവേറ്റ് മരിച്ചതുപോലെ കിടന്ന് അവർ മരിച്ച നോത്തോണ്ട് അവരിട്ടിട്ട് പോയി. പുറകെ വന്ന ഇസ്രായേൽക്കാർ ജീവനുള്ള ആളെ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് വന്നതാണോ എന്ന് പറയത്തില്ല. അപ്പോൾ ഇവർ ചോദിച്ചു, എടാ നീ മരിച്ചതല്ലായിരുന്നോ? ഇതിലേതാ സംഭവം, എന്താ പറ്റിയേ? അപ്പോൾ ഈ മരിച്ചയാൾ പറയാ, ഞാൻ മരിച്ചതായിരുന്നു, എൻ്റെ ജഡം തന്നെയാണ് നിങ്ങൾ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് വന്നത്, പക്ഷേ നിങ്ങൾ എന്നെ വലിച്ചെറിഞ്ഞത് ഏലീഷ പ്രവാചകന്റെ കബറിടത്തിലേക്കാണ്. പ്രവാചകന്റെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ എനിക്ക് ജീവൻ തിരിച്ചു കിട്ടി. കണ്ടോ സന്തോഷം, കണ്ടോ? പ്രവാചകന്റെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ എനിക്ക് ജീവൻ തിരിച്ചു കിട്ടി. ഇനി എന്നെങ്കിലും ഒരു പിക്നിക്കിന് പോകുമ്പോഴോ അതല്ലെങ്കിൽ ഒരു വിശുദ്ധരുടെ കബറിടത്തിൻ്റെ അടുത്തുകൂടെ കടന്നു പോകുമ്പോഴോ ഒന്ന് വണ്ടി നിർത്തി, പപ്പ മമ്മി
എനിക്ക് ഈ വിശുദ്ധൻ്റെ അടുക്കലൊന്ന് പോകണം, ആ കബറിടത്തിൽ പോയി ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കണം എന്ന് പറയാൻ നിങ്ങൾക്ക് തോന്നുകയല്ലേ? അങ്ങനെ നിങ്ങൾ ഏപ്രിസ്യാമ്മയുടെ അടുത്തോ അൽഫോൻസാമ്മയുടെ അടുത്തോ ചാവറയച്ചൻ്റെ അടുത്തോ ഒക്കെ പോകുമ്പോൾ അവിടെ ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ, നമ്മൾ പേന എഴുതുന്ന പേന ഒന്ന് കൊണ്ടുവെക്കാൻ, അല്ലെ നമ്മളുടെ ഹോൾ ടിക്കറ്റ് ഒന്ന് കൊണ്ടുവച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് അവസരം കിട്ടിയാൽ ആ അവസരത്തെ നഷ്ടപ്പെടുത്താവോ? അന്നേരം നമുക്ക് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണം: ഏലീഷ പ്രവാചകന്റെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ മരിച്ച ജഡം എണീറ്റ് വന്നതുപോലെ എൻ്റെ ഈശോയെ, ഈ വിശുദ്ധ അൽഫോൻസാമ്മയുടെ സന്നിധിയിലെ കബറിടത്തിൽ ഞാൻ എൻ്റെ കൈകൾ വെക്കുമ്പോൾ എൻ്റെ കൈകളെ അനുഗ്രഹിക്കണമേ, എൻ്റെ കൈകൾക്ക് പരീക്ഷ എഴുതാൻ വേണ്ട ശക്തി കിട്ടണമേ, ശരിയായ ഉത്തരം എഴുതാൻ വേണ്ട ശക്തി എനിക്ക് തരണമേ, ഈ കൈകൾക്ക് തരണമേ, അൽഫോൻസാമ്മയെ സഹായിക്കണേ. ഏലീഷ പ്രവാചകന്റെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജീവൻ കിട്ടിയതുപോലെ എൻ്റെ കൈകൾക്ക് ശക്തി കിട്ടണമേ, ജീവൻ കിട്ടണമേ എന്നൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് പറ്റുകയല്ലേ? ഇതാണ് ബൈബിൾ പഠിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയുടെ രീതി തന്നെ മാറും. ഇന്ന് പോയി ഈ രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിലെ 13-ാമത്തെ അധ്യായം ഒന്ന് വായിക്കണം. ആ വായിക്കാനുള്ളൊരാഗ്രഹം ഇപ്പോൾ ഉണ്ടോ? സിസ്റ്റർ പറഞ്ഞത് ശരിയാണോ, സത്യമാണോ എന്നൊന്ന് അറിയണ്ടേ? സിസ്റ്റർ പറഞ്ഞത് നുണവല്ലോ ആണോ വാ എന്നൊന്ന് പോയി വായിക്കണം എന്നുണ്ടല്ലേ? ഇനി മറ്റൊരു കാര്യം കൂടെ ചെയ്യണം. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് ഇത് അറിയാവോ? പപ്പായ്ക്കും അമ്മയ്ക്ക് ഈ സംഭവമൊന്നും അറിയത്തില്ല. ഇന്ന് വീട്ടിലെ പ്രാർത്ഥന കഴിയുമ്പോൾ, സന്ധ്യാപ്രാർത്ഥന കഴിയുമ്പോൾ, ഇത് പപ്പായോടും മമ്മിയോടും ഒന്ന് പറയാൻ പറ്റിയല്ലേ? ആ ബൈബിൾ ഭാഗം എടുത്തൊന്ന് വായിക്കാൻ പറ്റില്ലേ? എന്നിട്ട് ഈ കാര്യം നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് പഠിപ്പിക്കാൻ പറ്റുകയല്ലേ? ഇത് സുവിശേഷ പ്രഘോഷണമല്ലേ? ഇന്ന് വൈകിട്ട് വീട്ടിൽ സുവിശേഷ പ്രഘോഷണം നിങ്ങൾ നടത്തണം. പറ്റുമോ? പറ്റുകയല്ലേ? അപ്പം ഇത് വായിച്ചിട്ട് പപ്പ അത് കണ്ടോ, അത് കാരണം ഇനി നമുക്ക് വിശുദ്ധരുടെ കബറിടത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കണം. ദേവാലയത്തിൽ പോയി പരിശുദ്ധ അമ്മയുടെ അടുക്കൽ പോയി ഒന്ന് പ്രാർത്ഥിക്കണം. വിശുദ്ധ യേസേപിതാവിൻ്റെ അടുക്കലൊന്ന് പോയി പ്രാർത്ഥിക്കണം. തോമാസ്ലിയുടെ അടുക്കലൊന്ന് പോയി പ്രാർത്ഥിക്കണം. വിശുദ്ധരെ നമുക്ക് വണങ്ങണം, അവരോട് മധ്യസ്ഥം പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ബൈബിൾ എന്ത് പറയുന്നു അതാണ് കേൾക്കേണ്ടത്, അല്ലേ? പ്രവാചകന്റെ അസ്ഥികളെ തൊട്ടപ്പോൾ മരിച്ച ജഡം എണീറ്റ് വന്നു. ഈശോ ലാസറിന്റെ അടുക്കൽ ചെന്ന് അറ്റ്ലീസ്റ്റ് പറഞ്ഞു, ലാസറെ പുറത്ത് വരിക എന്ന്, അല്ലേ? ലാസറെ പുറത്ത് വരിക എന്ന് പറഞ്ഞു. ഇവിടെ കണ്ടോ, ഒന്നും പറഞ്ഞില്ല, ആരും ഒന്നും പറഞ്ഞില്ല. അസ്ഥിയെ തൊട്ടപ്പോൾ എണീറ്റ് വന്നു. ഈ സംഭവം നമുക്കൊരു സ്കിറ്റായിട്ട് കളിക്കാൻ പറ്റുകയല്ലേ? നമുക്കെന്നാ നമ്മുടെ കൂട്ടുകാർ കളിക്കുന്ന ആ സ്കിറ്റ് നമുക്കിപ്പോൾ ആസ്വദിക്കാം. രാജാവായ യഹോവാശ് നീണാൽ വാഴട്ടെ. എന്തു വേണം? അങ്ങേ മുഖം കാണിക്കുവാൻ എലീശ പ്രവാചകന്റെ ദാസൻ എത്തിയിരിക്കുന്നു. എന്ത്? എലീശ പ്രവാചകന്റെ ദാസനോ? വരാൻ പറയൂ. ശരി മഹാരാജൻ. മഹാരാജാവ് നീണാൾ വാഴട്ടെ. പറയൂ എലീശ പ്രവാചകൻ എന്തിനാണ് അങ്ങേ നമ്മുടെ സന്നിധിയിൽ അയച്ചിരിക്കുന്നത്? മഹാരാജൻ, എലീശ പ്രവാചകൻ രോഗശയ്യയിലാണ്, മരണത്തോട് അടുത്തിരിക്കുന്നു. ഈ വിവരം അങ്ങയെ അറിയിക്കുവാൻ പ്രവാചകൻ എന്നെ അങ്ങയുടെ സന്നിധിയിലേക്ക് അയച്ചിരിക്കുന്നു. നാം എന്താണ് ഈ കേൾക്കുന്നത്? എലീശ പ്രവാചകൻ മരിക്കാറായെന്നോ? സത്യമാണ് മഹാരാജൻ, പ്രവാചകൻ തീർത്തും അവശനിലയിലാണ്. എനിക്കിപ്പോൾ തന്നെ എലീശ പ്രവാചകനെ കാണണം. ആരെവിടെ? അടിയൻ മഹാരാജൻ. നാം ഉടൻ തന്നെ എലീശ പ്രവാചകന്റെ അടുത്തേക്ക് യാത്രയാകുന്നു. അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കൂ. ശരി മഹാരാജൻ.
രാജാവ് വന്നോ? യജമാനേ, അങ്ങയുടെ രോഗവിവരം മഹാരാജാവിനെ അറിയിച്ചിട്ടുണ്ട്. രാജാവ് ഉടനെത്തും. ഞാൻ എന്റെ പിതാക്കന്മാരോട് ചേരുവാൻ സമയമായി. അതിനു മുൻപ് കർത്താവ് ദർശനത്തിലൂടെ അറിയിച്ച കാര്യം രാജാവിനോട് പറയണം. രാജാവ് ഉടനെത്തും. പ്രവാചക, അമ്മയ്ക്ക് എന്ത് പറ്റി? യഹോവാസ്, ഞാൻ എന്റെ പിതാക്കന്മാരോട് ചേരുവാൻ സമയമായി. അരുത്, അങ്ങനെയൊന്നും പറയരുത്. കർത്താവിന്റെ ഹിതം നടപ്പിലാകട്ടെ. അവിടുത്തെ സന്നിധിയിലേക്ക് ഞാൻ യാത്രയാകട്ടെ. പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ രഥങ്ങളും സാരഥികളും. അതെ, സമയമായി എന്റെ പിതാക്കന്മാരോട് ചേരുവാൻ സമയമായി. യഹോവാസ്, നീ നിന്റെ അമ്പും വില്ലും എടുക്കൂ. ഇതാ എന്റെ അമ്പും വില്ലും. വില്ല് കുലയ്ക്കുക. ഇതാ ഞാൻ വില്ല് കുലയ്ക്കുന്നു. കിളിവാതിൽ തുറക്കുക. ഇതാ ഞാൻ തുറന്നു. ഇനി അമ്പേകുക. ശരി. കർത്താവിന്റെ വിജയാസ്ത്രം, സിറിയക്കെതിരായ വിജയാസ്ത്രം. അഫേക്കിൽ വെച്ച് സിറിയയുമായി യുദ്ധം ചെയ്ത് നീ അവരെ തോൽപ്പിക്കും. ദൈവമായ കർത്താവിന് മഹത്വം. യഹോവാസ്, നീ നിന്റെ അമ്പുകൾ നിലത്തടിക്കുക. നീ 5-6 പ്രാവശ്യം അമ്പുകൾ നിലത്തടിക്കേണ്ടതായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നീ സിറിയയെ നിശേഷം തോൽപ്പിക്കുമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നീ സിറിയയെ നിശേഷം തോൽപ്പിക്കുമായിരുന്നു. സന്തോഷിക്കേണ്ട ഈ വസന്തകാലത്ത് ഇസ്രായേൽ ജനം ഇതുപോലെ ആക്രമിക്കപ്പെടുകയോ? ആ മോവാബിയർ കൂട്ടമായി വന്ന് ഇസ്രായേൽ ജനത്തെ കൊന്നൊടുക്കുന്നു. തെരുവിൽ വലിയ യുദ്ധം നടക്കുന്നു. ജനത്തെ വധിക്കുന്നത് കണ്ട് ഞാൻ പേടിച്ചോടി വന്നതാ. എലീശാ പ്രവാചകന്റെ കല്ലറയ്ക്ക് മറവിൽ ഒളിക്കാമെന്ന് കരുതി. ഞാനും അങ്ങനെ തന്നെ കരുതി. കൂടാരത്തിലേക്ക് ഓടിയാൽ ഒരു രക്ഷയുമില്ല. എലീശാ പ്രവാചകന്റെ കബറിടത്തിൽ സംരക്ഷിക്കപ്പെടും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനും ഇങ്ങോട്ട് ഓടിയത്. വരൂ, യുദ്ധം ശാന്തമാകുന്നത് വരെ നമുക്കിവിടെ ഒളിച്ചിരിക്കാം. എന്താ, എന്ത് പറ്റി?
ഈ ഇസ്രയേൽക്കാരനെ സംസ്കരിക്കാൻ കൊണ്ടുപോയപ്പോൾ ആ അക്രമി സംഘത്തെ കണ്ട് ഞങ്ങൾ പേടിച്ചോടി പോന്നതാ. അവരിപ്പോൾ എവിടെയുണ്ട്? അവർ ആ തെരുവിലുണ്ട്. കണ്ണിൽ കാണുന്ന ഇസ്രയേൽ ജനത്തെ എല്ലാം അവർ വധിക്കുകയാണ്. മരിച്ചവരെ സംസ്കരിക്കാൻ കൊണ്ടുവരുന്നവരെ അവർ കൊല്ലുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ എലീശ പ്രവാചകന്റെ സന്നിധിയിലേക്ക് ഓടിപ്പോന്നത്. അതാ ആ അക്രമി സംഘം ഇങ്ങോട്ടാണല്ലോ വരുന്നത്. ഇനി എന്ത് ചെയ്യും? ആ ചേട്ടാ പറയൂ, എന്നിട്ട് ഓടി ഒളിക്കൂ. സഹോദരാ, നീ മരിച്ചില്ലായിരുന്നോ? നിന്നെ ഇന്നലെ അവർ വധിച്ചതല്ലേ? അതെ, ഇന്നലെ രാത്രി അവരെന്നെ കൊന്നതായിരുന്നു. ഞാൻ മരിച്ചവനായിരുന്നു. നിങ്ങൾ എന്റെ ജഡം വലിച്ചെറിഞ്ഞത് ഈ എലീശ പ്രവാചകന്റെ കബറിടത്തിലാണ്. എലീശ പ്രവാചകന്റെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ എനിക്ക് എന്റെ ജീവൻ തിരിച്ചു കിട്ടി. ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. സ്കിറ്റ് ഇഷ്ടപ്പെട്ടോ? നമ്മുടെ കൂട്ടുകാരൻ നന്നായിട്ട് കളിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ നോക്കിയേ, എലീഷ പ്രവാചകന്റെ അസ്ഥിയെ സ്പർശിച്ചപ്പോൾ ആ മരിച്ച ജഡം എണീറ്റ് വന്നു. ഇത് വലിയൊരു അത്ഭുതമാണ്. നമ്മൾ ബൈബിൾ തുറന്ന് വായിച്ചാൽ, അത് പുതിയ നിയമമായിട്ടെ പഴയ നിയമമായിട്ടെ, ഇതുപോലെ ഇഷ്ടം പോലെ അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് പഠിക്കുമ്പോഴും കളിക്കുമ്പോഴും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, സത്യമായിട്ട് സംഭവിച്ച കാര്യങ്ങൾ മാത്രമേ ബൈബിളിലുള്ളൂ. അപ്പം നമുക്കും ഇതുപോലെയുള്ള കൃപ തരണമേ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മക്കളായിട്ട് ജീവിക്കുവാനും ധാരാളം കൃപകൾ ഈശോയോട് ചോദിച്ച് മേടിക്കുവാനും ഉള്ള ഒരു വലിയ അനുഗ്രഹം കൃപയാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഇന്നത്തെ കൃപ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് വിശുദ്ധരെ വണങ്ങുവാൻ, വിശുദ്ധരോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുവാൻ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിശുദ്ധരുടെ പേരായിട്ടിരിക്കുന്നത്. വീട്ടിൽ ചെന്ന് ചോദിക്കണം, മമ്മി എൻ്റെ പേരേതാ, എൻ്റെ വിശുദ്ധനേതാ, എൻ്റെ പേര് ഏത് വിശുദ്ധയുടെ ആണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അവരോടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. എന്തുമാത്രം വിശുദ്ധന്മാരുണ്ട്. വിശുദ്ധരുടെ ചരിത്രം പഠിക്കണം. അൽഫോൻസാമയുടെ ചരിത്രം പഠിക്കണം. തോമാശ്രീയുടെ ചരിത്രം ബൈബിളിൽ തന്നെ കിടപ്പുണ്ട് അല്ലേ? നമുക്ക് എസ്തപ്പാനോസിൻ്റെ ചരിത്രം പഠിക്കണം. സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ ചരിത്രം പഠിക്കണം. ഗോവയ്ക്ക് പോകാൻ പറ്റുവാണെങ്കിൽ ഫ്രാൻസിസ് സേവറിനെ കാണണം, അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിക്കണം. അങ്ങനെ എന്തുമാത്രം വിശുദ്ധരുടെ ചരിത്രം പഠിക്കാവോ അത്രയും വിശുദ്ധരുടെ ചരിത്രവും കഥകളും പഠിച്ചിട്ട് അവർ ജീവിച്ചതുപോലെ ജീവിക്കാൻ. ഈ അൽഫോൻസാമയുടെ സീരിയൽ വന്നല്ലേ, എന്തുമാത്രം കുട്ടികൾ അതിലൂടെ ദൈവവിളിക്ക് പോയെന്നറിയാവോ? എനിക്കും അൽഫോൻസാമേനെ പോലെ പുണ്യവതിയാകണം. എന്തുമാത്രം ആളുകൾ ഡോൺ ബോസ്കോയുടെയൊക്കെ പുസ്തകം ചരിത്രം വായിച്ചിട്ട് അച്ഛനാകാനും സിസ്റ്ററാകാനും ഒക്കെ പോയി. അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഒത്തിരി കൃപ കിട്ടി. നമുക്ക് ഇന്നത്തെ കൃപ വിശുദ്ധരോട് കൂടുതൽ പ്രാർത്ഥിക്കുവാൻ, വണങ്ങുവാൻ, അവരുടെ ചരിത്രം പഠിക്കുവാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. നമുക്കെന്നാ പ്രാർത്ഥിക്കാം. സ്നേഹനാഥനായ ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, അന്ന് അങ്ങ് കാലാകാലത്തിൽ പ്രവാചകന്മാരെയും ഈശോയെ അങ്ങ് ശിഷ്യഗണത്തെയും ഇന്ന് ധാരാളം പുരോഹിതരെയും സന്യസ്തരെയും എല്ലാം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്ദേശം ജനത്തിന് നൽകുവാൻ വേണ്ടി, സുവിശേഷ വേല തുടർന്നുകൊണ്ട് പോകുവാൻ വേണ്ടി
അങ്ങ് കാലാകാലങ്ങളിൽ ആളുകളെ തിരഞ്ഞെടുക്കുകയും അവരെ അങ്ങയുടെ ഉപകരണങ്ങളായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. നല്ല ഈശോയെ, ഇന്ന് ധാരാളം സുവിശേഷ പ്രഘോഷകരെ അങ്ങ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. യേശുനാഥ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ മക്കളായി, അങ്ങയുടെ സുവിശേഷം പ്രഘോഷിക്കുന്നവരായി, ഞങ്ങൾ എവിടെയൊക്കെ ഏതൊക്കെ ജീവിതാന്തസ്സിൽ ജീവിച്ചാലും ഞങ്ങൾ കണ്ടുമുട്ടുന്ന ആളുകളോടൊക്കെ സുവിശേഷം പറയുവാൻ, അങ്ങയെക്കുറിച്ചൊരു വാക്ക് പറയുവാൻ, അങ്ങേക്ക് സാക്ഷികളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങയുടെ വഴികളിലൂടെ സഞ്ചരിച്ച് അങ്ങ് പ്രത്യേകം തിരഞ്ഞെടുത്ത് ഉയർത്തിയ ആളുകളുടെ ജീവിത രീതി പഠിക്കുവാൻ, അവർ പ്രാർത്ഥിച്ച രീതി പഠിക്കുവാൻ, അവർ ദൈവത്തെ കണ്ടത് മനസ്സിലാക്കി അതുപോലെ ദൈവത്തിലേക്ക് കൂടുതൽ എളുപ്പ വഴിയിൽ ദൈവത്തിലേക്ക് നടന്നെടുക്കുവാൻ ഞങ്ങളെയും അങ്ങ് പ്രാപ്തരാക്കണമേ. അതിനാവശ്യമായ കൃപകൾ ഞങ്ങൾക്ക് നൽകണമേ. വിശുദ്ധരുടെ ജീവചരിത്രം കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ആ വഴിയിലൂടെ നടക്കുവാനും വേണ്ട കൃപ ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയോട് ഞങ്ങൾ പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിക്കുന്നു. അമ്മ തിരുക്കുമാരനെ ഞങ്ങൾക്ക് നൽകിയതുപോലെ ധാരാളം ആളുകളെ തിരുക്കുമാരൻ്റെ സന്നിധിയിലേക്ക് മാടി വിളിച്ചതുപോലെ അമ്മേ, ഞങ്ങളെയും തിരുക്കുമാരൻ്റെ സന്നിധിയിൽ ചേർത്ത് നിർത്തണമേ. മരണം വരെ ഈശോയിൽ നിന്ന് അകന്നു പോകാതെ ഈശോയോട് ചേർന്ന് ജീവിക്കുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്ക് സ്തുതി ചൊല്ലി വീട്ടിലേക്ക് പോകാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.